ഇന്നും മഴയോട് മഴ, ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കത്തില്ല ഈ മഴ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനൊരു ഗാർഡൻ വീഡിയോ ആയിട്ടാണ് വരുന്നത്. എൻ്റെ ഗാർഡൻ ഒന്ന് പുതിയതായിട്ടൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. പക്ഷെ എൻ്റെ ഒരു 10-15 ദിവസമായി തുടങ്ങിയിട്ട് ഒരു രക്ഷയുമില്ല. മഴ നമ്മളെ അങ്ങനെ ഇട്ട് കളിപ്പിക്കുകയാണ്. അപ്പം പൂർണ്ണമായിട്ടും എനിക്കങ്ങോട്ട് തീർക്കാൻ പറ്റുന്നില്ല ജോലി. ഗാർഡൻ സെറ്റിങ് കഴിഞ്ഞിട്ട് നല്ലൊരു വീഡിയോ ഇടാമെന്ന് വെച്ചാൽ നടക്കത്തില്ല, അത്രയ്ക്ക് മഴയാണ് കേട്ടോ. അപ്പം ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങളും ഗാർഡനിൽ ഞാൻ ചെയ്യുന്ന ജോലികളും ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ്, എല്ലാവരും കാണുക. ഈ ഒരു ചെടി കണ്ടോ, നല്ല പൂക്കളുണ്ടാകുന്നതാണ്. പക്ഷേ ഇത് പടർത്തി വിടണം, അല്ലെങ്കിൽ പന്തൽ എന്തെങ്കിലും നമ്മൾ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഈ മഞ്ഞച്ചെടി കണ്ടോ, ഇത് ഞാനൊന്ന് പടർത്തി വിട്ടിട്ടുണ്ട്. അതുപോലെ ഇതുപോലൊരു പന്തലൊക്കെ കെട്ടിക്കൊടുക്കാമെങ്കിൽ നല്ലതായിരിക്കും. ഈ മെറ്റിലിനകത്ത് കൂടെ ഒരു വഴി പോലെ വെട്ടി വെച്ചിരിക്കുന്നുണ്ടോ, ഇത് ഞാൻ വെട്ടി വെച്ചതൊന്നുമല്ല, ഈ ചെടി ഇവിടെ വലിച്ചു കൊണ്ട് വെച്ചതാണ്, കുറേ ദൂരത്ത് നിന്നിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അത് എവിടെ നിന്നാണ് ഞാൻ വലിച്ചു കൊണ്ടുവന്നതെന്ന്. ഇപ്പം ഞാൻ പോകുന്ന വഴി കണ്ടോ, അവിടെ 2 ചട്ടി വലിയ ഒന്ന്, ഇത് തൂജ എന്നാണ് ഈ ചെടിയുടെ പേര്. ഈ ചെടിച്ചട്ടി വലിച്ച് ഞാൻ അവിടെ കൊണ്ട് വെച്ചതാണ് ഈ ഇങ്ങനെ പാട് നമുക്ക് കാണുന്നത്. ഈ ഒരു ചെടി ഇനി എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതാരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചുകൂടെ, ഒറ്റയ്ക്ക് ഇതൊക്കെ വലിച്ചു കൊണ്ട് വരുന്നത് എന്തിനാ? അയ്യോ, അത് പറ്റില്ല കേട്ടോ. എനിക്ക് ചെടിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ എനിക്ക് തന്നെ ചെയ്യണം. അപ്പം ഞാൻ ഈ സ്ഥാനത്തേക്ക് നമ്മുടെ പടരുന്ന ചെടിയെ കൊണ്ടുവയ്ക്കാനാണ് അടുത്ത പരിപാടി. അപ്പം അത് ഒറ്റയ്ക്കെടുക്കാൻ നല്ല പാടാണ്, ഒരുപാട് പടർന്നും കിടക്കുകയാണ്. അപ്പം ഞാനത് എടുത്തുകൊണ്ട് വരുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അത് ചട്ടിയിൽ നിന്ന് ഞാൻ അങ്ങോട്ട് കുടഞ്ഞിട്ടു, മണ്ണോട് നിന്ന് നോക്കിയപ്പോൾ നല്ല വെയിറ്റ് കേട്ടോ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ വലിയ കുഴപ്പമില്ല, ഒരു പാത്രത്തിലാക്കി എടുത്ത് ആ ഭാഗത്ത് കൊണ്ട് വെക്കാം. ചട്ടിയൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ട്, മണ്ണും വളമൊക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ചെടി അതിലേക്ക് വെച്ച് ഉറപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി മുകളിലോട്ടത് കെട്ടി പടർത്തി കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചെടി ഇവിടെ കൊണ്ടുവെക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. അതിൻ്റെ അടുത്തിരിക്കുന്ന ചട്ടിയിലേതും ഈ ചെടി തന്നെയാണ്, അതിൽ പൂവായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതും കൂടെ രണ്ടും കൂടെ അടുത്ത് നിന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ആവശ്യത്തിന് മണ്ണും വളവും ഒക്കെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുകളിലേക്ക് പടർത്തി കൊടുക്കാം. കയറുകൊണ്ട് ഇനി മുകളിലോട്ട് ഞാനിത് കെട്ടി പടർത്തി കൊടുക്കും. അത് ചെറിയൊരു ഏണിയൊക്കെ ഉണ്ട് എനിക്കത് ഹെൽപ്പിനായിട്ട്. ഇവിടെ ഞാനത് ചെയ്തിട്ട് ഇപ്പം എനിക്ക് ഇവിടെ വേണ്ടാന്ന് തോന്നിയ അടുത്ത സമയം തന്നെ ഞാനത് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കും. അതാണ് എൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ടാണ് ഞാൻ വേറെ ആരെയും ഇത് നിർത്തിയിട്ട് ചെയ്യിക്കാതെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ. ഇനി നമ്മൾ അടുത്ത് എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് ചിരട്ടയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ആ സ്ഥലം ഒന്ന് ഇത്രയിടെയൊന്ന് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഇനി അവിടേക്ക് ഞാൻ ഈ ചിരട്ടകളൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ട് അവിടെ കുറച്ച് വളവും മണ്ണും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് ചെടിയും കൂടെ നട്ടു കൊടുക്കാൻ പോവുകയാണ്. ചെടി ഞാൻ അവിടെ നട്ടത് കാണിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കലം കാണിച്ചു തരാം. ഈ കലം കണ്ടോ, ഈ കലം ഒരുപാട് പഴയതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ അമ്മയൊക്കെ പുളിയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു കലമായിരുന്നു. ഈ വാളംപുളിയില്ലേ, അതൊക്കെ ഇങ്ങനെ ഉപ്പൊക്കെ പുരട്ടിയിട്ട് ഇങ്ങനെ ഭദ്രമായിട്ട് വെച്ചേക്കുന്ന ഒരു കലമാണ്. അപ്പോൾ ആ കല അമ്മ ഉള്ളപ്പം തന്നെ ഞാൻ അമ്മയോട് വാങ്ങിച്ച് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 4-5 വർഷം മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. അതിൻ്റെ ലിങ്ക് ഞാനിതിലിട്ടേക്കാം. അത് നല്ല രസമാണ് ആ ഒരു ഇത് ചെയ്തത് കാണാൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ചെടിയൊക്കെ നട്ട് ആ കലം കൊണ്ട് അവിടെ ഇങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെയൊക്കെ കുറച്ച് ഐഡിയാസാണ് എപ്പോഴും ഞാനിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഞാനത് മാറ്റിയിട്ട് വേറെന്തെങ്കിലും അവിടെ ചെയ്യാറാണ് പതിവ്. അപ്പം അവിടുത്തെ അത് കഴിഞ്ഞു. മഴയായത് കാരണം ഞാൻ വിചാരിച്ച രീതിയിലുള്ള സെറ്റിംഗ് ഒന്നും നടന്നില്ല. എന്തായാലും ഞാൻ ഒരാഴ്ച കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ആ ഒരു പൂർണ്ണമായ ഒരു ഗാർഡൻ റെഡിയാക്കി എടുക്കും. അതിനുശേഷം ഞാൻ തീർച്ചയായിട്ടും ഇടാം കേട്ടോ. ഇനി നമുക്ക് ഈ സൈഡിൽ സെറ്റ് ചെയ്തത് കുറച്ച് മഞ്ഞ ഷീറ്റൊക്കെ ഞാനിവിടെ വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെയൊക്കെ കുറച്ച് കല്ലുകളൊക്കെ പാകാനാണ് ഉദ്ദേശിച്ചത്. അതൊന്നും നടന്നില്ല. അതൊക്കെ ഇനിയും വഴി എനിക്ക് ചെയ്യണം. അങ്ങനെ ബാക്കിയും കൂടെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഈ മഴ സമ്മതിക്കാതിരുന്നത്. അതുകൊണ്ട് എൻ്റെ മനസ്സിന് തൃപ്തിയായ രീതിയിലൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും ഉള്ളത് ചെയ്തതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇനി എന്തായാലും ഞാൻ ഈ മഴ എന്തായാലും ഒന്ന് നിൽക്കുമല്ലോ, ഒരാഴ്ചയും കൂടെയൊക്കെ മഴ കാണത്തുള്ളായിരിക്കും. ഈ ചെടികളെല്ലാം ഇൻഡോറിൽ വെച്ചിരിക്കുന്നതാണ്, അധികം വെയിൽ കൊള്ളാതെ വെച്ചിരിക്കുന്ന ചെടികൾ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഗാർഡൻ സെറ്റിങ് ചെയ്തതിന് ശേഷം എൻ്റെ ഗാർഡൻ പൂർണ്ണമായിട്ട് നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.